ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ പുറത്തേക്ക് നോക്കിയാൽ നല്ല നേരം വെളുത്തിട്ടുണ്ടല്ലേ. അതെ, ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. കാരണം നേട്ടന് പണിക്ക് പോകണില്ല. അപ്പോൾ പിന്നെ ചോറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ നല്ല നേരം വെളുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആവാറായിരുന്നു കേട്ടോ അടുക്കളയിൽ എത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് പാടന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടുക്കളയിലത്തെ പണി കഴിഞ്ഞപ്പോൾ വരുമ്പോഴേക്കും പിന്നെ നേരെ ഒരുപാട് വൈകും. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. അങ്ങനെ കുളിയും കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് നല്ല നനഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെന്താ വേഗം നമ്മൾ ചായക്കുള്ള പരിപാടി നോക്കുകയാണ്. നമ്മൾ ചോറ് വയ്ക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ ചോറ് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ചോറൊന്നും വയ്ക്കണ്ട, ചായയും കടി മാത്രം മതി. അപ്പോൾ അത് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛനും അമ്മയൊന്നുമില്ല. അവർ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കായിട്ട് ഉണ്ടാക്കേണ്ട വിചാരിച്ചു. പിന്നെ മക്കൾക്ക് സ്കൂളുണ്ട്. വലിയ ആൾ മാത്രമേ പോകണുള്ളൂ, ചെറിയ ആൾ പോകണില്ല. അവൾക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവളൊന്നും പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേഗം ദോശ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അരിയൊന്നും അരച്ച ചെയ്യുന്നില്ല കേട്ടോ. മാവൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പുട്ടുപൊടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാണല്ലോ പിന്നെ നമുക്ക് എളുപ്പം. അപ്പോൾ ആദ്യം ഞാൻ കറിയാണ് വെച്ചത് കേട്ടോ. ആദ്യം ഞാൻ മുട്ട വേവിക്കാൻ വെച്ചു. ആ ടൈം കൊണ്ട് വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു. പിന്നെ അത് വാടാൻ വെച്ചു. ഉള്ളി പിന്നെ അങ്ങനെ കടുകൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വാടാൻ വെച്ചു. അടച്ച് വെച്ചിട്ടൊന്ന് പെട്ടെന്നൊരു വാടി കിട്ടുമല്ലോ. അങ്ങനെ ഉള്ളി വാടുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗം മാവ് എടുത്തിട്ട് ഒന്നിങ്ങോട്ട് മിക്സിയിൽ എന്നിട്ട് കറക്കിയാൽ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ കട്ട പിടിച്ച് കിടക്കും. ഞാനിപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ മാവൊക്കെ ഞാനവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ വാടി സെറ്റായി വന്നു. അപ്പോൾ ആ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നെ തക്കാളി ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങോട്ട് വാട്ടിക്കൊടുത്തു, അടച്ച് വെച്ചു. അപ്പോൾ പിന്നെ വേഗം വെന്ത് വരില്ല തക്കാളി. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വല്ല മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചിയാ സീഡ് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു ചെറുതായിട്ടൊന്ന് തടി കുറയ്ക്കാൻ പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞാനത് വന്ന പാടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊരു 10-15 മിനിറ്റ് കൊണ്ട് അത് കുതിർന്ന് വരുമല്ലോ. പിന്നെ ഞാൻ വേഗം അത് കുടിച്ചു. അപ്പോഴേക്കും നമ്മളെ മുട്ടയൊക്കെ വെന്ത് മുട്ടയൊക്കെ തോട് പൊളിച്ച് കറിയിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാനത് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ വേഗം ചായ വെച്ചു അടുപ്പത്ത് തന്നെ. പാലുണ്ടായിരുന്നു. സാധാരണ പാലാണ് കുടിക്കൽ, ചായ അങ്ങനെ കുടിക്കലില്ല. ചായ കുടിക്കാൻ പൂതി തോന്നിയപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കി. പിന്നെ ദോശ ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കുക പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ അവൾ വന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേവ് എണീറ്റ് വന്നിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് ഏട്ടനോടാണ് കേട്ടോ. ഇവിടെ നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യാന്നറിയോ, ഇവിടെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ട് കയറിയിട്ട് ആകെ ചവിട്ടി നിരപ്പാക്കിയിട്ടുണ്ടാവും. പിന്നെ മഴയും പെയ്യുമ്പോഴേ ഇവർ ആ ചളിയൊക്കെ പാടിയിട്ട് ഇങ്ങോട്ട് കയറി അകത്തോട്ട് കിടക്കുകയാണ്. ഇവിടെ ചെറുത് എങ്ങനെ ഒരു നെറ്റ് ഉണ്ട്, ആ നെറ്റ് കെട്ടലുണ്ട് കേട്ടോ. പക്ഷെ ആ നെറ്റ് നല്ല ഫുള്ളായിട്ട് ഇങ്ങോട്ട് എത്തില്ല.
അപ്പോൾ ആ ഗ്യാപ്പിലൂടെ അവന്മാർ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ആകെ ചവിട്ടി എന്താക്കിയിരുന്നു എന്നറിയോ. പിന്നെ ഐറ്റങ്ങളെ രോമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വേഗം അത് അപ്പോൾ രാവിലെ നീച്ച് വന്നപ്പോൾ ഞാൻ ഉമ്മറത്തെ വാതിൽ തുറന്നിരുന്നില്ല കേട്ടോ. ഏട്ടനാണ് വന്ന് തുറന്നിരുന്നത്. അപ്പോൾ ഏട്ടൻ പറയാം ആകെ ചവിട്ടി നിരപ്പാക്കിയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം അവിടെ ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ കഴുകി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്മെല്ലും ഉണ്ട്. ആ സ്മെല്ലും ഉണ്ടാവും അവിടെ. അപ്പോൾ ഞാനവിടെ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി. ഏട്ടൻ പിന്നെ സഹായിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അവിടെ തുടച്ചിട്ടോ. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വേഗം ഏട്ടൻ വൈപ്പറോട്ടൊന്നും ഇങ്ങോട്ട് ആക്കിയിരുന്നു, എന്നാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം ഞാൻ വേഗം തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അതും കൂടെ കഴുകിയിട്ട് പിന്നെ വേഗം ചാടിക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ പോവാറായിരുന്നു കേട്ടോ അവൾക്ക്. അവൾ പോവാണ്. ഇന്നിപ്പോൾ ഒറ്റയ്ക്കാണ് പോണത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും പോക്കുണ്ട്. ദേവുണ്ടെങ്കിൽ ദേവിനും പിന്നെ ഞാൻ വേണം, എന്നാലേ അവൾ പോവുള്ളൂ. ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ. അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കുട്ടിയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ നായ്ക്കളിങ്ങനെ ഉണ്ടാവുകൊണ്ടേ ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു പേടിയാണ്. കാരണം ഐറ്റങ്ങൾക്ക് എപ്പോഴാണ് എന്താ ഇളകുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അവളെ പോയിട്ട് പിന്നെ ഞങ്ങൾ വേഗം ചാടിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ടി വിയും കണ്ടുകൊണ്ടാണ് ചാടിക്കണത്. അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. മറ്റേ അവൾ ഈ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യമൊക്കെ അവൾക്ക് ഇങ്ങനെ തന്നിരുന്നു, അമ്മ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് അവൾ അച്ഛന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പറയുകയാണ്. അമ്മയ്ക്കില്ല ഞാൻ ഇന്നും തരില്ലെന്ന്, ഞാൻ അച്ഛന് കൊടുത്തു എന്നും പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ അച്ഛന് കൊടുത്തേക്ക് എനിക്കല്ലേ എന്നും തരില്ലെന്നൊക്കെ ഞാനും തിരിച്ചിങ്ങനെ ഓരോന്നും പറയാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരുമ്പാണ്ടായിരുന്നു. ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ വേഗം പണികളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. വേഗം തിരുമ്പാനുള്ളത് വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ അതവിടെ കിടന്നായിക്കോളുമല്ലോ. അങ്ങനെ ഇനി ഇടയ്ക്കൊന്ന് വന്നിട്ട് വെള്ളം കളയലും വെള്ളമാക്കുകയൊക്കെ വേണം കേട്ടോ. അതൊരു പണിയാണ്. ചിലപ്പോൾ മറക്കും, ചിലപ്പോൾ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ആവാൻ കുറച്ച് സമയം പിടിക്കില്ല. കുറേശ്ശെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം അതിൻ്റെ സൈഡിൽ കൂടെ നിറഞ്ഞ് പോകണമുണ്ടാവും. അങ്ങനത്തെയൊക്കെ പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം തുണികളൊക്കെ അതിലിട്ടിട്ട് ഞാൻ വേഗം വന്നു. പിന്നെ തുടക്കുകയാണ്. അപ്പോൾ തുടയ്ക്കുമ്പോൾ ഞാൻ ഗ്യാസിൽ കുറച്ച് പാല് പോയിരുന്നു കേട്ടോ. ഒരു തുള്ളി, ഒന്ന് അധികമൊന്നുമില്ല, കുറച്ച് പൊന്തിപ്പോയിരുന്നു. അപ്പോൾ അത് വേഗം ഞാൻ ഉരച്ച് കളയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ ഇരിക്കും, പിന്നെ അത് പോവില്ല. അപ്പോൾ പിന്നെ വേഗം ഞാൻ തുടയ്ക്കാൻ നോക്കുകയാണ്. പിന്നെ ഞാനവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കണം. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. എനിക്കുണ്ടല്ലോ ഇങ്ങനെ എന്ത് പണിക്കാണെങ്കിലും ഞാൻ പാട്ട് വയ്ക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, മൈൻഡ് ഭയങ്കര ഫ്രഷായിട്ട് തോന്നും എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ. ഫുൾ നല്ലൊരു ഒരു ഹാപ്പി ഫീലാവും അപ്പോൾ ഞാൻ പാട്ട് വയ്ക്കും. എനിക്കാണെങ്കിൽ നല്ല സൗണ്ടിൽ വയ്ക്കും വേണം. ഇവിടെ അച്ഛനമ്മയെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടിലേക്ക് അയക്കില്ല കേട്ടോ. അവർക്ക് അത്ര സൗണ്ടിൽ വയ്ക്കണ വലിയ താല്പര്യമില്ല. പാട്ട് വയ്ക്കും, കുഴപ്പമില്ല, അത് ചെറിയ സൗണ്ടിൽ അങ്ങനെ കേൾക്കാനാണ് അവർക്കിഷ്ടം. ഒരുപാട് സൗണ്ടിലൊന്നും വയ്ക്കണത് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവരില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര സൗണ്ടിലൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചാലോ എന്തെങ്കിലും ചോദിച്ചാലോ ഒന്നും കേൾക്കില്ലല്ലോ ഇങ്ങനെ പാട്ട് വെച്ചാൽ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് അവരങ്ങനെ പറയും, ഉറക്കം വയ്ക്കേണ്ട, കുറച്ച് പതുക്കെ സൗണ്ട് കുറച്ച് വയ്ക്കാനൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവരുള്ളപ്പോൾ ഞാൻ അത്രയും സൗണ്ടിൽ വയ്ക്കാറില്ല കേട്ടോ. എന്നാലും ഞാൻ പാട്ട് വയ്ക്കും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ രാവിലെ പിന്നെ റേഡിയോ ഉണ്ട്. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് രാവിലെ കുക്ക് ചെയ്യാം. അല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ ഫോണിലാണ് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്ത് പണിക്കാണെങ്കിലും ഞാൻ പാട്ട് വെച്ചിട്ടാവട്ടെ ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ ചടച്ച്
എന്തോ ഒരു ഒടിഞ്ഞു കുത്തി തൂങ്ങിയും കൊണ്ടൊരു ദിവസമാവും. അതിന് നമുക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടായില്ല ഒന്നിനും. അപ്പോൾ പിന്നെ ഞാൻ പാട്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര ഉഷാറായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ എൻ്റെ തുടയൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ തോരട്ടിട്ടോ. ഇവിടെ ഇപ്പോൾ മഴയായ കാരണേ ഈ ഷീറ്റിൻ്റെ അടിയിൽ ഒരു അഴയ്ക്ക ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതാണ് അവിടെ തുണി കിടക്കണ കാണാനുള്ളത്. ഇപ്പോൾ മഴ ചെയ്തുകൊണ്ട് പുറത്തിട്ടാലൊക്കെ നനയുമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലമുള്ളൂ. പിന്നെ അവിടെ ഒരു കയറിട്ട് കെട്ടിയിട്ട് അവിടെയാണ് ഇപ്പോൾ തുണികളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുട കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഉണ്ണിയുടെ അവിടെ ഒരു ക്ലോക്ക് ഇരുന്നിരുന്നു. അപ്പോൾ ഞാനെപ്പോൾ തട്ടുമ്പോഴും എനിക്കത് എത്തില്ല അങ്ങോട്ട്. ഇനി എങ്ങാനും ആകുമ്പോൾ തൊട്ടിട്ട് അതിങ്ങനെ താഴെ വീണ് പൊട്ടിയാലോ വിചാരിച്ചിട്ട് ഞാൻ തുടക്കലൊന്നും ഇല്ല. അപ്പോൾ അതുമ്പോൾ നല്ലതായിട്ട് പൊടി പിടിച്ചാണ് കേട്ടോ. അപ്പോൾ അതെടുത്തോടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആൾ. പിന്നെ അതിൽ ബാറ്ററി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് മാറ്റും വേണം. അങ്ങനെ അതവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ പിന്നെ കുറച്ച് ഉണങ്ങാനുള്ള തുണികളുണ്ടായിരുന്നു. അത് പിന്നെ റൂമിൽ ജനലിൽ അങ്ങനെ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ കാറ്റിൻ്റെ ഫാൻ കൊണ്ട് അത് വേഗം ഉണങ്ങി കിട്ടും. അങ്ങനെ അതവിടെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ഞങ്ങൾ വേഗം പോകാൻ റെഡി ആയിട്ടോ. അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെതാ ഞങ്ങൾ പിന്നെ പോകാനും ഒരുക്കുക കേട്ടോ. വളാഞ്ചേരിക്കാണ് പോണത്. അപ്പോൾ പറയണത് കേട്ടില്ലേ, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. ഈ ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ നിറയെ മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കുത്തായിരുന്നു. ചിക്കൻ കുഴപ്പമില്ല, ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സാവധാനം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.